എന്താണാവോ വിശേഷിച്ച്? തന്റെ കിരീടത്തിൽ ഒരു പുതിയ തൂവൽ കിട്ടിയിട്ടുണ്ടെന്ന് പത്രത്തിൽ നിറഞ്ഞു. അതൊന്ന് കാണാൻ വന്ന. എവിടെ തൂവൽ? രാജ്യമാകെ ശ്രദ്ധ നേടിയ സൂറ പോർട്ടിന്റെ ഹിന്ദി റീമേക്ക്. എന്നാൽ നല്ല പ്രതികരണം ലഭിച്ചിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന അവൻ അറിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അവന്റെ 2 പടവും പൊളിഞ്ഞു. ഒടുവിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ ടിക്കറ്റിനൊപ്പം ഫ്രീ ആയി സമൂസയും ചായയും വരെ ഓഫർ ചെയ്തു. ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകയിൽ കയറി ചക്കാത്തിന് സിനിമ കാണില്ല. ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും. നന്ദിയില്ലാത്ത ജാതികൾ. റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച കളക്ഷൻ വെറും 2,40,00,000. സർഫിരയും അക്ഷയെ കൈവിടുകയാണോ? പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങ് ഒറ്റ വാചകത്തിൽ പറഞ്ഞ ശരിയാവില്ല. ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറയാം. എന്റെ വക്കീലെ, എനിക്കൊരു മനസമാധാനമില്ല. എനിക്കും അതില്ല. പക്ഷെ എന്റെ മുഖത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. കോവിഡിന് ശേഷം 2022 മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയ 11 ചിത്രങ്ങളിൽ 9 പരാജയം. കഷ്ടകാലം നെറുകയിലിരിക്കണ സമയം. ശ്രദ്ധിക്കേണ്ട വേണം. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 2 സമൂസയും 1 ചായയും ഫ്രീ. ബോളിവുഡിന്റെ കില്ലാടി അക്ഷയ് കുമാറിന്റെ സർഫിറ കാണാൻ എത്തുന്നവർക്കായിരുന്നു നിർമ്മാതാക്കളുടെ ഈ ഓഫർ. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എന്നിട്ടും തമിഴിൽ വമ്പൻ ഹിറ്റായ സൂറ പോർട്ടിന്റെ ഹിന്ദി റീമേക്ക് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും 8 നില പൊട്ടി. ഈ വർഷം ആദ്യം ഇറങ്ങിയ ബഡേ മിയാൻ ഛോട്ടെ മിയാൻ 2024 ബോക്സ് ഓഫീസ് ദുരന്തമായപ്പോൾ സർഫിറയിലായിരുന്നു അക്ഷയ് കുമാറിന്റെ പ്രതീക്ഷ. ഇപ്പൊ ദശാസന്ധ്യ. ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം. പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. മൃത്യുദോഷം തന്നെയാണ് കാണിക്കുന്നത്. നാട്ടുകാര് നിന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുക. അതുമല്ല നിനക്കറിയോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ നിന്നാ ജയിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടല്ല അമ്മ എന്നെ നിർത്തുന്നത്. സുധാ കൊങ്കാർ തന്നെ സംവിധാനം ചെയ്യുന്നു. പ്രേക്ഷകർക്കും ചിത്രത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. മാഡത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ സംഭവം മറക്കാനാകാത്ത ഒരു സംഭവമായി മാറട്ടെ. ഇമോഷണൽ രംഗങ്ങളിൽ ഉൾപ്പെടെ അക്ഷയ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നാണ് പ്രേക്ഷക വിലയിരുത്തൽ. ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നീ അഭിനയിച്ചു. എനിക്ക് സന്തോഷായി. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. കോവിഡ് കാലത്തിന് ശേഷം ബോളിവുഡും അക്ഷയ് കുമാറും നേരിടുന്ന തുടർച്ചയായ തോൽവിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർഫിറ. ഇയാൾ സാറിന്റെ അളിയനാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ. ആരെയും വില വെക്കില്ല. ഒന്ന് നോക്കിയാൽ നമ്മളെല്ലാം വിധിയുടെ കളിപ്പാവുകളാണ്. നീ ഇങ്ങനെ തീരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. ബഡേ മിയാൻ ചോട്ടെ മിയാൻ, മിഷൻ റാണിഗഞ്ച്, സെൽഫി, രാം സേതു തുടങ്ങിയ അക്ഷയ് കുമാറിന്റെ സമീപകാല സിനിമകളെല്ലാം ബോക്സ് ഓഫീസ് ട്രാജഡികളായിരുന്നു. പട്ടാപ്പകല് തിയേറ്റർ പൊട്ടിച്ചിട്ട് ടൗണിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നതിൽ ഞാനൊരു ഹീറോയിസം കാണും. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? ഇവർ 3 പേരും നേരമായി തുടങ്ങിയിട്ടും. അല്ല, ഇത്തരം കേസുകൾ ഏറ്റെടുക്കുമ്പോ തയ്യാറെടുപ്പുകൾ വല്ലതും? ആദ്യം കേസ് വിശദമായി കേൾക്കും. അപ്പൊ പൊട്ടുന്നു തോന്നും. പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കാത്തിരിക്കും. ഒരു കാലത്ത് ബോളിവുഡ് ബോക്സ് ഓഫീസ് ഭരിച്ചിരുന്ന താരത്തിന്റെ കരിയറിന് എന്താണ് സംഭവിക്കുന്നത്? ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാഗിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാഗിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഈ രാമേന്ദ്രൻകാരൻ നാട്ടിലും വീട്ടിലും ജീവിക്കാൻ വയ്യാത്ത ഗതിയായല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ ശരി. ഇനി അടുത്ത തൂവലിന് കാണാം.